സഹോദരങ്ങളെ നമസ്കാരം. നിങ്ങൾ ഡെത്ത് ക്ലീനിങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡെത്ത് DEATH ഡെത്ത് ക്ലീനിങ് എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ആശയം പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെ പ്രബലമായി വരികയാണ്. ആ വാക്ക് തന്നെ അവതരിപ്പിച്ചത് ഒരു സ്വീഡിഷ് എഴുത്തുകാരിയാണ്. അവരുടെ പേര് മാർഗരീറ്റ മഗ്നുസ എന്നാണ്. 2008 അത്. അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം ഇതാണ്: ദ ജെൻറ്റിൽ ആർട്ട് ഓഫ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ. മരണത്തിലേക്ക് പോകുന്ന എപ്പോഴാണ്? വാർദ്ധക്യത്തിൻ്റെ അന്ത്യം എപ്പോഴാണ്? കൂടി വന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു 3-4 ദശാബ്ദങ്ങൾ മാത്രം. ആ അവസരത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട ചിലതുണ്ട്, നമ്മൾ സംരക്ഷിക്കേണ്ട ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. എന്താണ് ഉപേക്ഷിക്കേണ്ടവ? അയൽക്കാരനുമായിട്ടുള്ള പിണക്കങ്ങൾ, എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി കൊടുക്കണം. മറ്റൊന്നെന്താ? നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ അവകാശപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗ്ഗം ഉണ്ടാകണം. വിൽപ്പത്രം എന്ന് പറയും. മറ്റൊന്ന് നമ്മുടെ ശരീരം ക്ലീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അസുഖമുണ്ടായി, കിടപ്പായി, അങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങണം എന്നാണ് ഈ എഴുത്തുകാരി പറയുന്നത്.